അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്കറിയാം, ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് എല്ലാ ആളുകളും പരിശുദ്ധമായ ഇസ്ലാമിനെക്കുറിച്ച് മോശമായ രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ നോക്കിയാലും, ഏത് മാധ്യമങ്ങളിലായിക്കൊള്ളട്ടെ, ഏത് സംവിധാനത്തിലും ഇസ്ലാമിനെ അങ്ങോട്ട് വിമർശിക്കുകയാണ്. അത് കഥയറിഞ്ഞിട്ടൊന്നുമല്ല, എന്താണതിൻ്റെ വാസ്തവം അങ്ങനെയൊന്നുമില്ല, അങ്ങോട്ട് വിമർശിക്കുക തന്നെ. കാരണം വിപണിയിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ളത് ഇസ്ലാമാണ്. അപ്പോൾ ഇസ്ലാമിക വിമർശനമാണ് എല്ലാത്തിനേക്കാളും വലുത് എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജനൻ ടി വിയിലെ ഒരു ചാനൽ ചർച്ച, ഇനിയിപ്പോൾ മൊത്തം അഞ്ച് ചർച്ചയാണല്ലോ. അപ്പോൾ വസ്തുനിഷ്ഠമില്ലാത്ത പല കാര്യങ്ങളും എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഈ അനാചാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ആ അനാചാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയുള്ളൊരു കാര്യമാണ്, ഏത് ടി വിയിലാണ്, ഏത് ചാനലിലാണ്? ജനൻ ടി വിയിൽ. ആ ജനൻ ടി വിക്കകത്ത് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് DG മോഹൻദാസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ, അദ്ദേഹത്തിനോട് ഇങ്ങനെ അവതാരക ചോദിച്ച കൂട്ടത്തിൽ ഈ അനാചാരത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിൻ്റെ അകത്ത് അഡ്വക്കേറ്റ് വി ജയപ്രകാശ് എന്ന് പറയുന്ന ഒരു CPM കാരൻ, നിങ്ങൾ മനസ്സിലാക്കുക, അദ്ദേഹം വിമർശിക്കപ്പെടുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിൽ അനാചാരമുണ്ട്, ഇസ്ലാമിലാണ് അനാചാരം ഇങ്ങനെ കൊടുകുറ്റി വാഴുന്നതെന്ന് വിമർശിച്ചപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. ആ സമയത്ത് മറുഭാഗത്ത് നിന്ന് DG മോഹൻദാസ് എന്ന് പറയുന്ന ആ രാഷ്ട്രീയ നിരീക്ഷകൻ ചോദിച്ചു, നിങ്ങൾ ഇസ്ലാമിൻ്റെ ഒരു അനാചാരം കാണിച്ചു തരാൻ പറഞ്ഞു. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഒരു ചെറിയ സംശയം ഞാൻ അഡ്വക്കേറ്റ് ജയപ്രകാശിനോട് ചോദിക്കട്ടെ. ഹിന്ദു മതത്തിൽ ഒരുപാട് അനാചാരങ്ങളുണ്ടായിരുന്നു, അത് കുറേയൊക്കെ മാറി, ഇനി കുറച്ച് മാറാനുണ്ട്. ക്രിസ്തു മതത്തിലുമുണ്ട്, ഇസ്ലാം മതത്തിലുമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ അറിവിൽ ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒരു അനാചാരവുമില്ല. ഒരെണ്ണം ഉള്ളത് അഡ്വക്കേറ്റ് ജയപ്രകാശിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഒരെണ്ണം ചൂണ്ടിക്കാണിച്ചാൽ മതി ഇസ്ലാമിലുള്ള ഒരു അനാചാരം, അത്രേ ഉള്ളൂ. ഹിന്ദു മതത്തിൽ അനാചാരങ്ങളുണ്ടെന്ന് അംഗീകരിക്കുന്നുണ്ടോ? ഒന്ന് പറയൂ. ഹിന്ദു മതത്തിൽ ഒരു അനാചാരം അങ്ങനെ ചൂണ്ടിക്കാണിച്ചേ? ഉണ്ടല്ലോ, ഉണ്ട്. ഒരു ഒരെണ്ണം പറയൂ. ഉണ്ട്. ഒന്ന് പറയൂ. കർണാടകയിൽ ഉച്ചിഷ്ടത്തിന് മുകളിൽ പറയട്ടെ എന്ന് ഞാൻ, എൻ്റെ ചോദ്യം എവിടെ ചെന്ന് കൊണ്ടുവന്നറിയാമോ ജയപ്രകാശിന്? ഈ ചർച്ച മുഴുവൻ തീർന്നാലും എൻ്റെ ചോദ്യത്തിന് ജയപ്രകാശ് ഉത്തരം പറയില്ല. ഞാൻ പറയാം. ഹിന്ദു മതത്തിൽ നഗ്ന സന്യാസികളുണ്ട്. നിങ്ങൾ പറയില്ല ജയപ്രകാശ്, നിങ്ങളുടെ നാക്ക് പൊങ്ങില്ല ഇസ്ലാമിൽ ഉള്ള ഒരു അനാചാരത്തെ പറ്റി പറയാം. ഒരെണ്ണം പ്രിവെയിലിംഗ് ആയിട്ട് ഇപ്പോഴുള്ളത് പറഞ്ഞോളൂ. പറയൂ. പറഞ്ഞപ്പോ നിങ്ങൾ ഹിന്ദു മതത്തിലുണ്ടാവും തിരിച്ചു ചോദിക്കുന്നു. ഒരെണ്ണം ഇസ്ലാമിലെ ഒരെണ്ണം പറയൂ ജയപ്രകാശ്, ഒരെണ്ണം. സംരക്ഷിക്കപ്പെടാന്നല്ല പറഞ്ഞത്, പക്ഷേ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം. അതെ, അത് മാറ്റാൻ എന്റെ അറിവിൽ ഇസ്ലാമിൽ യാതൊരു പ്രശ്നവുമില്ല. എന്റെ അറിവിൽ ഇസ്ലാമിൽ യാതൊരു പ്രശ്നമില്ല. ഉണ്ടെന്ന് പറഞ്ഞത് ജയപ്രകാശാണ്. പറയൂ ഏതാണെന്ന്. ഒരെണ്ണം പറഞ്ഞാൽ മതി. ഇസ്ലാമിലെ ഒരനാചാരം പറഞ്ഞാൽ മതി. അങ്ങ് പറയുന്നത് ഇസ്ലാം മതത്തിൽ ഒരു അനാചാരം ഇല്ലെന്നാണ് അങ്ങ് പറയുന്നത്. അല്ല ശ്രീ ജയപ്രകാശ്, താങ്കൾ പറഞ്ഞു എല്ലാ മതത്തിലും, ഹിന്ദു മതത്തിൽ അനാചാരമുണ്ട്, ക്രിസ്ത്യൻ മതത്തിൽ അനാചാരമുണ്ട്, ഇസ്ലാം മതത്തിൽ അനാചാരമുണ്ട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അതെല്ലാം അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ ജയപ്രകാശ് ഇസ്ലാം മതത്തിലെ ഒരു അനാചാരം എടുത്തു പറയൂ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു മതത്തിലല്ല, ഞാൻ പറഞ്ഞു എല്ലാ മതത്തിലും അനാചാരങ്ങളുണ്ട്. ഇസ്ലാം മതത്തിൽ അനാചാരം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു, ഉണ്ടെന്ന്. അപ്പോൾ താങ്കൾ തിരിച്ചു ചോദിച്ചത് ശ്രീ ജയപ്രകാശ്, അപ്പോൾ താങ്കൾ തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചത് ഹിന്ദു മതത്തിലെ അനാചാരങ്ങളെ കുറിച്ച് പറയൂ എന്നാണ്. അദ്ദേഹം പലതും അക്കമിട്ട് പറഞ്ഞു. അതുപോലെ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് ശ്രീ ജയപ്രകാശ്. അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട് താങ്കളോട്. താങ്കളുടെ മറുപടി? എന്റെ ഉത്തരവ് ഇതാണ്. ഈ ഇസ്ലാം മതത്തിലും അനാചാരങ്ങൾ ധാരാളമുണ്ട്. എന്തൊക്കെയാണ് നമ്മളൊരു താങ്കൾക്കത് ചൂണ്ടിക്കാണിക്കാമോ? വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ മതത്തിലെയും അനാചാരങ്ങൾ മാറണം. ഇതാണ് നമ്മുടെ നിലപാട്. നിങ്ങൾ സതിയെ പറ്റി ഏതെങ്കിലും ഒരു മതത്തിലെ പറഞ്ഞില്ലേ? സതിയെ പറ്റി നിങ്ങൾ പറഞ്ഞു. സതിയെ പറ്റി നിങ്ങൾ അനാചാരമായിരുന്നില്ലേ? സതി ഇസ്ലാമിൽ തുടരാത്തത് സതി ഇസ്ലാമിലുള്ളതല്ലോ, അത് ഹിന്ദുവിലുള്ള. അതുപോലെ ഇസ്ലാമിലെ ഒരു അനാചാരം ചൂണ്ടിക്കാണിക്കൂ ജയപ്രകാശ്. നട്ടലുള്ള കമ്മ്യൂണിസ്റ്റുകാരനെ കാണിക്കൂ ഈ TV ചർച്ചയിൽ. എനിക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കാണണം, നട്ടലുള്ള ഒരു തരം കാണണം. എനിക്ക് പറഞ്ഞല്ലോ, പറയൂ, ഒരെണ്ണത്തിന്റെ പേര് പറയുന്നു. അങ്ങ് പറയുന്ന ഒരു അനാചാരം എന്നല്ല പറയുന്നത്. എന്റെ അറിവിലില്ല. നിങ്ങൾ പറയും ഉണ്ടെന്ന് പറഞ്ഞത് നിങ്ങളാണ്, ഉദാഹരണം പറയേണ്ടത് നിങ്ങളാണ്. ഇസ്ലാമിലുള്ള ഒരു അനാചാരം ഏതാണ്? എനിക്കറിയില്ല. ഉണ്ടെന്ന് പറഞ്ഞ ആളാണ് അതിന് പേര് പറയേണ്ടത്. ഞാനാണോ? അങ്ങ് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്.
ഈ ഇരിക്കുന്ന അന്യമത എല്ലാവർക്കും കാര്യം വിദ്വേഷം മനസ്സിലാവുന്നുണ്ടല്ലോ, വളർത്തിക്കൊണ്ടല്ലേ? കാണുന്നവർക്കും കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ജയപ്രകാശ് നാണം കിട്ടും നോക്കൂ. ഞാനൊരു കാര്യം പറയാം, വീഴുന്നത് മനസ്സിലാക്കാം, വീഴുന്നിടത്തുനിന്ന് ഉരുളുന്നത് മനസ്സിലാക്കാം, ഉരുണ്ടിട്ട് അവിടെ നിന്ന് എണീറ്റ് ഓടരുത് ജയപ്രകാശ്. ഇല്ല, പ്ലീസ് എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാതെ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് ചർച്ച ഒരുപാട് അങ്ങോട്ട് മുന്നിട്ട് പോവുകയാണ്. എത്ര ചർച്ച ചെയ്തിട്ടും ഒരെണ്ണം പോലും അദ്ദേഹത്തിന് തിരിച്ചു എന്താണ് ഇസ്ലാമിലെ അനാചാരം എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അപ്പടിക്കുക അങ്ങോട്ടും എന്താ കേൾക്കുന്നവർക്ക് തന്നെ അറിയാം അദ്ദേഹം ഉത്തരം മുട്ടിയിട്ടിരിക്കുകയാണെന്ന്. പക്ഷെ മറ്റേതായാലും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വല്ലാത്ത DG മോഹൻദാസ് എന്ന് പറയുന്ന ആൺകുട്ടി വേണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ ചാനൽ ചർച്ച കയറിയിരുന്നിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരെണ്ണം പോലും പറയാൻ കഴിയാത്ത, എന്നാൽ ഇതുപോലെയാണ് എല്ലാവരും ഇസ്ലാമിനെ ഇങ്ങോട്ട് വിമർശിക്കപ്പെടും. എന്താണ് വിമർശിക്കുന്നത്, ഏതാണ് അർത്ഥമൊന്നും ഉണ്ടാകണമെന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കപ്പെടണം. ഇതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഏറ്റവും കൂടുതൽ മൂല്യമുള്ളത് ഇസ്ലാമിക വിമർശനമാണ്, ഇസ്ലാമിനെ താറടിച്ച് കാണിക്കുക എന്നതാണ്. എന്ന് കരുതിയിട്ട് ഇസ്ലാമിൻ്റെ മുകളിലേക്ക് പലവിധ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സമുദായത്തിനെ തകർക്കാൻ നോക്കുന്നവർ വളരെയേറെ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം കരുതിയിരിക്കണം.